യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, തലമുറകളുടെ ശാപം ഒരു സത്യമാണോ ഒരു മിഥ്യയാണോ? ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് ഏതാനും സമയം ധ്യാനിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ജന്മന അന്ധനായ ഒരു മനുഷ്യനെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അന്ധനായ ഈ മനുഷ്യനെ കണ്ടു കഴിഞ്ഞപ്പോൾ ശിഷ്യരിൽ പലരും ചോദിച്ചു, ഇവൻ അന്ധനായിരിക്കുന്നത് ഇവൻ്റെ തന്നെ പാപം മൂലമാണോ അതോ ഇവൻ്റെ മാതാപിതാക്കളുടെയോ പൂർവികരുടെയോ പാപം മൂലമാണോ? ഒരു വ്യക്തിയുടെ രോഗവും ആ വ്യക്തി ചെയ്യുന്ന പാപവും ശാപവും തമ്മിൽ ബന്ധപ്പെടുത്താനുള്ള മനുഷ്യൻ്റെ തൃഷ്ണ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. മനുഷ്യൻ്റെ സഹനത്തിന് പല വൈവിധ്യമാർന്ന ഉത്തരങ്ങളാണ് പല മതവിഭാഗങ്ങളും പല ആത്മീയ ആചാര്യന്മാരും പറഞ്ഞുകൊണ്ടിരുന്നത്. ചിലർ പറയും മനുഷ്യൻ്റെ കർമ്മത്തിൻ്റെ ദോഷമാണ് അവനുണ്ടാകുന്ന ഈ ലോകത്തിലെ മുഴുവൻ കെടുതികളുടെ കാരണമെന്ന് പറയും. ചിലർ പറയുന്നത് ജീവിതം തന്നെ ദുഃഖമാണ്, ജീവിതത്തിൻ്റെ പൊതുവായ ഭാവം ദുഃഖമാണ്, ദുഃഖത്തിൻ്റെ കാരണം അവൻ്റെ ആഗ്രഹങ്ങളാണ്, അടങ്ങാത്ത അവൻ്റെ ഇച്ഛകളാണ്. അതുകൊണ്ട് ആഗ്രഹങ്ങൾ അവസാനിപ്പിച്ചെങ്കിലേ മനുഷ്യൻ്റെ ദുഃഖവും തീരുകയുള്ളൂ. ബൈബിൾ എന്താണ് ഇതേക്കുറിച്ച് പറയുന്നത്? സത്യത്തിൽ ഒരുപാട് മനുഷ്യർ ഈ നാളുകളിൽ ചോദിച്ചിട്ടുണ്ട്, പാരമ്പര്യങ്ങളുടെ ശാപം അല്ലെങ്കിൽ പാരമ്പര്യങ്ങളിലൂടെ പടർന്നു കിട്ടുന്നു എന്ന് പറയുന്ന ശാപവും ശാപമോക്ഷവും സത്യമാണോ മിഥ്യയാണോ? ഒട്ടേറെ ടെലിവിഷൻ പ്രഭാഷകരും ധ്യാന ശുശ്രൂഷകരും വളരെ വ്യത്യസ്തമായ വിധത്തിൽ വ്യാഖ്യാനിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ധാരാളം പേര് എന്നോട് വ്യക്തിപരമായി ചോദിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഒട്ടേറെ ദൈവശാസ്ത്രജ്ഞന്മാരുമായി ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. അതിൽ നിന്ന് രൂപം കൊണ്ടതും സഭയുടെ ഔദ്യോഗികമായ പഠനത്തെയുമാണ് ഈ സമയം നമ്മളേറെ സ്നേഹത്തോടുകൂടി സഹോദരങ്ങളെ ധ്യാനിക്കുന്നത്. ബൈബിളിൽ അതിൻ്റെ ആദ്യ ഭാഗത്ത് മനുഷ്യൻ്റെ ഏതൊരു പാപത്തിനും അവൻ്റെ ആയുഷ് കാലത്ത് തന്നെ അവൻ സഹിച്ച് തീരും എന്ന് ആദിമകാലങ്ങളിൽ മനുഷ്യർ വ്യാഖ്യാനിച്ചിരുന്നു. അതുകൊണ്ടാണ് ദുഷ്ടൻ പന പോലെ വളരുമെങ്കിലും അവൻ പൊടി പോലെ തകരുമെന്ന് ബൈബിൾ പറയുന്നത്. അപ്പോൾ ആദിമ നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന മനുഷ്യവർഗത്തിലെ മുഴുവൻ അധികം പേരും പറഞ്ഞുകൊണ്ടിരുന്നത്, ഈ കാലത്ത് നമ്മളൊരു പാപം ചെയ്താൽ, നമ്മൾ ഈ ജീവിതത്തിലൊരു പാപം ചെയ്താൽ ഈ കാലയളവിൽ തന്നെ അതിൻ്റെ മുഴുവൻ ശിക്ഷയും, നന്മ ചെയ്താൽ അതിൻ്റെ മുഴുവൻ നീതിപൂർവകമായ നടപടിയും നമുക്ക് ലഭിക്കുമെന്നാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഒരുപാട് നന്മ ചെയ്യുന്നുണ്ടെങ്കിലും മനുഷ്യർ വേദനിക്കുന്നുണ്ട്. ഏറ്റവും നല്ല ഉദാഹരണം പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന നീതിമാനായ ജോബാണ്. ജോബ് വളരെ നീതിമാനായിരുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ ഏറെ വിശ്വസ്തയോടുകൂടി ജീവിച്ച സഹനദാസനായിരുന്നു ജോബ്. എന്നിട്ടും എന്തുകൊണ്ട് അവന് സഹിക്കേണ്ടതായിട്ട് വന്നു? അന്ന് ചിലർ കരുതിയത്, ഈ കാലയളവിൽ തന്നെ അവൻ ചെയ്യുന്ന ഏതൊരു തെറ്റിൻ്റെയും മോശപ്പെട്ട ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് കരുതിയ ജോബിൻ്റെ സുഹൃത്തുക്കൾ വന്നുകൊണ്ട് പറഞ്ഞതിങ്ങനെയാണ്, നീ എന്തോ പാപം ചെയ്തു, നീ ദൈവത്തിനെതിരെ എന്തോ ചെയ്തു, അതുകൊണ്ടാണ് നീ രോഗിയായിരിക്കുന്നത്. ആ കാലയളവിൽ തന്നെ മറ്റ് ചിലർ വ്യാഖ്യാനിച്ചതാണ് ജോബിൻ്റെ ഭാര്യയുടെ വായിലൂടെ വന്നത്. അതെന്തായിരുന്നു? അതിങ്ങനെയാണ്, ദൈവത്തോട് നമ്മൾ കൂടുതൽ അടുത്താൽ നമുക്ക് സഹനം കൂടും. സത്യത്തിൽ അത് ശരിയല്ലേ? ഒരു വിധത്തിൽ ചിലർക്കെങ്കിലും അത് ശരിയായിട്ട് തോന്നിയേക്കാം. കാരണം ദൈവത്തോട് ഒരുപാട് അടുക്കുന്ന ആളുകൾക്ക് ഒരുപാട് സഹനമുണ്ട് എന്ന് ചിലർ പറയാറുണ്ട്. ഉദാഹരണത്തിന് അൽഫോൻസാമ്മ, അവൾ വളരെ സന്തോഷകരമായ അന്നക്കുട്ടി എന്നുള്ള പേരിൽ സന്തോഷത്തോടു കൂടി ജീവിച്ചുകൊണ്ടിരുന്ന സുന്ദരിയായ പെൺകുട്ടിയായിരുന്നു. ഒരുപാട് പ്രപ്പോസൽ പോലും, വിവാഹത്തിലുള്ള പ്രപ്പോസൽ പോലും അവൾക്ക് കിട്ടി. അതെല്ലാം കഴിഞ്ഞ് ദൈവത്തോട് കുറേ കൂടി അടുത്ത് അവൾ സന്യാസ സഭയിൽ ജോയിൻ ചെയ്ത് അന്നു മുതൽ തുടങ്ങി അവളുടെ സഹനങ്ങൾ. വിശുദ്ധ കൊച്ചു ത്രേസ്യ പുണ്യവതി, അവൾ വളരെ സുന്ദരിയായ അനുഗ്രഹീതയായ ഒരു പെൺകുട്ടിയായിരുന്നു. വളരെ മനോഹരമായി ജീവിക്കുന്നതിനിടയിൽ അവൾ സ്വർഗത്തെക്കുറിച്ച് ധ്യാനിക്കാൻ അവൾക്കൊരു അവസരം കിട്ടി. അവൾ സന്യാസ സമൂഹത്തിൽ ചേർന്നു. സഹന പീഡകൾ
വളരെ ചെറുപ്പത്തിലെ മരിക്കും വരെയും അവളെ പിന്തുടർന്നുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ജോബിൻ്റെ ഭാര്യ പറയുന്നത്, ദൈവത്തോടടുത്തതുകൊണ്ടാണ് നിനക്ക് ഈ പ്രശ്നം. അപ്പോൾ ഈ ആയുഷ്കാലത്ത് തന്നെ ഏതൊരു പാപത്തിൻ്റെയും ദുഷിച്ച ഫലം പേറേണ്ടി വരുമെന്ന് കരുതുന്ന രണ്ട് കൂട്ടം മനുഷ്യർ ചിന്തിക്കുന്നത് രണ്ട് വിധത്തിലാണ്. ഒരു കൂട്ടർ ചിന്തിക്കുന്നു, ഇതാ ഏതൊരു തെറ്റിൻ്റെയും നിങ്ങൾ ഈ കാലത്ത് തെറ്റ് ചെയ്താൽ അതിൻ്റെ ശിക്ഷ അനുഭവിക്കും. ജോബിൻ്റെ സുഹൃത്തുക്കൾ വന്ന് പറയുന്നു, നിൻ്റെ പാപമാണ് എല്ലാ ദോഷത്തിൻ്റെയും കാരണം. ജോബിൻ്റെ ഭാര്യ, അവനെ പിന്താങ്ങുന്ന ആളുകൾ പറയുന്നു, ദൈവത്തോട് കൂടുതൽ അടുത്താലാണ് പ്രശ്നം, നിനക്ക് കുഴപ്പമുണ്ടാകുമെന്ന്. സഹോദരങ്ങളെ, ഈ രണ്ട് ഉത്തരവും പൂർണ്ണമല്ല. ഈ രണ്ട് ഉത്തരവും അതിൽ തന്നെ ശരിയുമല്ല. കാരണം ചില മനുഷ്യർ ഒരുപാട് ദുഷിച്ചത് ചെയ്യുന്നുണ്ടെങ്കിലും അവർ വളരെ മനോഹരമായി ഈ ലോകത്ത് ജീവിക്കുന്നതും മരിക്കുന്നതും നമ്മൾ ചിലരെങ്കിലും കാണുന്നുണ്ട്. ഇതാ ചിലർക്ക് എന്തുമാത്രം നന്മ ചെയ്താലും നിരന്തരമായ സഹനമാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ ഒരുപാട് വിശ്വസ്തമായിട്ട് ജീവിക്കുന്നു, സഹനമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ഒരു മനുഷ്യൻ്റെ പാപത്തെയും സഹനത്തെയും കൂട്ടിക്കെട്ടും? അപ്പോൾ ഇതാ രണ്ടാമത്തൊരു വ്യാഖ്യാനം മനുഷ്യ സമൂഹത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊടുത്തു. അതിങ്ങനെയാണ്, ഒരു വ്യക്തി പാപം ചെയ്താൽ ആ പാപത്തിൻ്റെ ദുഷിച്ച ഫലങ്ങൾ മറ്റൊരു തലമുറയിലേക്ക് കൂടി കിട്ടാൻ സാധ്യതയുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകം 20-ാമത്തെ അധ്യായം 6-7 തിരുവചനങ്ങളിലാണ് നമ്മളിത് കാണുന്നത്. പിതാക്കന്മാർ ഒരു തെറ്റ് ചെയ്താൽ മക്കളെ 5-6 തലമുറകളിലേക്ക് ശിക്ഷിക്കാൻ ഇടവന്നേക്കാം. ഇതാ പിതാക്കന്മാരോ മാതാപിതാക്കളോ തെറ്റ് ചെയ്താൽ അവരുടെ 1000 തലമുറകൾ അതിൻ്റെ ദുഷിച്ച ഫലങ്ങൾ പേറേണ്ടതായിട്ട് വരും. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ വ്യാഖ്യാനം പുറപ്പാട് ഗ്രന്ഥത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മനുഷ്യവർഗത്തിന് വെളിപ്പെടുത്തി കൊടുത്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു കാര്യം പിടികിട്ടി. ഈ കാലയളവിൽ തന്നെയോ വരുന്ന തലമുറയ്ക്ക് മാത്രമല്ല സഹനമുള്ളത്. അതിൻ്റെ കാരണം ഒരുപാട് ദുഷ്ടരായ കാരണവന്മാരുണ്ടെങ്കിലും ചിലപ്പോൾ മക്കൾ വളരെ മനോഹരമായിട്ട് ജീവിക്കുന്നു. വളരെ നല്ലവരായ മാതാപിതാക്കളുണ്ടെങ്കിൽ ഇതാ ദുഷ്ടരായ മക്കൾ ജനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ തലമുറകളിലേക്ക് ശാപം പകരുന്നു എന്ന് പറയുന്നതിനെ എങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയും? അപ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കുറേ കൂടി ഉന്നതമായ വ്യാഖ്യാനം മനുഷ്യവർഗത്തിന് നൽകുന്നത്. നമ്മൾ ഓർക്കണം, സ്വർഗത്തിലെ പിതാവ് വെളിപാടുകൾ നൽകുന്നത് ആദ്യകാലത്ത് പുറപ്പാട് ഗ്രന്ഥത്തിലും ഉൽപ്പത്തി ഗ്രന്ഥത്തിൽ നൽകുന്നതിനേക്കാൾ ഉന്നതമായ വ്യാഖ്യാനമാണ്, വെളിപ്പെടുത്തലുമാണ് ജെറമിയായുടെയും യെസക്കിയേലിൻ്റെയും ഗ്രന്ഥങ്ങളിൽ നൽകുന്നത്. അതിനേക്കാൾ ഉന്നതമാണ് സങ്കീർത്തനങ്ങളിൽ ദൈവം നൽകുന്ന വ്യാഖ്യാനം. അതിൻ്റെ പൂർണ്ണതയാണ് സത്യത്തിൽ യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാരിലൂടെയും രാജാക്കന്മാരിലൂടെയും സംസാരിച്ച ദൈവം കാലത്തിൻ്റെ പൂർത്തിയിൽ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ, യേശു ക്രിസ്തുവിലൂടെ വെളിപാടുകളുടെ പൂർണ്ണത മനുഷ്യകുലത്തിന് ലഭിച്ചു കഴിഞ്ഞാൽ പഴയ നിയമത്തിലെ വെളിപ്പെടുത്തലുകളിൽ നമ്മളെ തന്നെ കെട്ടിയിടാൻ പാടില്ല. സഹോദരങ്ങളെ, ഇതാ നാളുകൾ കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലെ പിതാവ് സ്വർഗത്തെക്കുറിച്ചുള്ള കൂടുതൽ വെളിപ്പെടുത്തലുകൾ കൊടുത്തു. അത് നമ്മൾ കാണുന്നത് യെസക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലും ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിലുമാണ്. യെസക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 18-ാം അധ്യായത്തിലെ ഒരു കൊച്ചു ഭാഗം നമുക്ക് കാണാം. 18-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് എന്നോട് അരുൾ ചെയ്തു, പിതാക്കന്മാർ പുളിക്കുന്ന മുന്തിരിങ്ങ തിന്നു മക്കളുടെ പല്ല് പുളിച്ചു എന്ന് ഇസ്രയേൽ ദേശത്തെക്കുറിച്ചുള്ള ഈ പഴമൊഴി നിങ്ങൾ ഇപ്പോഴും ആവർത്തിക്കുന്നത് എന്തുകൊണ്ട്? ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണേ ഈ പഴമൊഴി ഇനി ഒരിക്കലും ഇസ്രായേലിൽ ആവർത്തിക്കപ്പെടുകയില്ല. വീണ്ടും ജെറമിയ പ്രവാചകനിലൂടെ ഇതേ കാര്യം തന്നെ ദൈവം വെളിപ്പെടുത്തുന്നുണ്ട്. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 31-ാമത്തെ അധ്യായം 29-ാമത്തെ തിരുവചനം. ബൈബിൾ പറയുന്ന വചനം വളരെയധികം ശ്രദ്ധേയമാണ്. ഇതാ പിതാക്കന്മാർ പച്ച മുന്തിരിങ്ങ തിന്നു മക്കളുടെ പല്ല് പുളിച്ചു എന്ന്
ആ നാളുകളിൽ അവർ പറഞ്ഞു വെച്ചു. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, ഓരോരുത്തരും അവരവരുടെ അകൃത്യം നിമിത്തമാണ് മരിക്കുക. സഹോദരങ്ങളെ, നിത്യതയെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ സഭയുടെ ഔദ്യോഗികമായ പഠനം എങ്ങനെയാണ്? ഇതാ, ഒരിക്കലും പാരമ്പര്യങ്ങളിലൂടെ പടരുന്ന ഒരു ശാപത്തിലല്ല, ഒരു നാശത്തിലല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്. മറിച്ച് 2 സംഭവങ്ങൾ എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം ഈ 18-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഒന്ന്, നീതിമാനായ ഒരു പിതാവുണ്ട്, അവന് ദുഷ്ടനായ ഒരു പുത്രൻ ജനിച്ചു. ആ ദുഷ്ടനായ പുത്രന് നീതിമാനായ പിതാവിൻ്റെ ഗുണം കിട്ടുന്നുവെന്നല്ല, അവൻ ദുഷ്ടനായിട്ടാണ് ജീവിച്ചതെങ്കിൽ അവൻ അവൻ്റെ ദുഷ്ടതരത്തിൽ മുങ്ങി അവൻ മരിക്കും, അവന് നാശം കൈവരും. 2-ാമത്തെ സംഭവം പറയുന്നു, ദുഷ്ടനായ ഒരു പിതാവുണ്ട്, എന്നാൽ അവനൊരു നീതിമാനായ പുത്രനുണ്ട്. എങ്കിൽ ദുഷ്ടനായ പിതാവിൻ്റെ ദുഷിച്ച ഗുണങ്ങളല്ല അവന് കിട്ടേണ്ടത്, മറിച്ച് നീതിമാനായ പുത്രൻ ദൈവത്തിൻ്റെ മുമ്പിൽ വിശ്വസ്തയോടുകൂടി ജീവിച്ചിട്ടുണ്ടെങ്കിൽ നീതിയുടെ പിതാവായ സ്വർഗത്തിലെ പിതാവ് അവനെ ജീവിപ്പിക്കും. സഹോദരങ്ങൾ, നമ്മൾ ഓർക്കണം, പാരമ്പര്യങ്ങളിലൂടെ ശാപങ്ങൾ പടരുന്നുവെന്നുള്ളത് കൂടുതൽ അതിൻ്റെ എക്സാജറേറ്റഡായ വേർഷൻസ് ധാരാളം ടെലിവിഷൻ പ്രഭാഷണങ്ങളിലൂടെ പടർന്നു പിടിച്ച് മനുഷ്യരുടെ ഉള്ളിൽ മുഴുവൻ ശാപത്തെക്കുറിച്ച് ദൈവം ശപിക്കുന്നതാണെന്നും തലമുറകളിലൂടെ മനുഷ്യന് കിട്ടുന്നത് മുഴുവൻ ശാപമാണെന്നുമുള്ള വളരെ തെറ്റായ പ്രബോധനം ഇന്ന് ഒരുപാട് പ്രകടിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രകടമാണ്. നമ്മൾ ഓർക്കണം, കർത്താവായ യേശു ക്രിസ്തുവിൽ ഒരാൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർ ശാപത്തിൻ്റെ ഭാഗമല്ല. പൗലോസ് അപ്പസ്തോലൻ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3:13 നമ്മൾ വായിക്കും, യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നിയമപ്രകാരം ശാപങ്ങൾ ഏറ്റെടുത്തു. ശാപങ്ങൾ അവൻ കുരിശിൽ ഏറ്റെടുത്തതുകൊണ്ട് ശാപഗ്രസ്തമായ മനുഷ്യഹൃദയത്തെ അവൻ അവൻ്റെ കുരിശിൽ ഏറ്റെടുത്ത് ശാപത്തിൻ്റെ അടയാളമായ കുരിശിൽ തന്നെ പിതാവിൻ്റെ മുമ്പിൽ ഹോമിച്ചുവെങ്കിൽ ഇനി ഒരിക്കലും നമ്മൾ ശാപത്തിൻ്റെ ഭാഗമല്ല. ഞാനും നിങ്ങളും അനുഗ്രഹത്തിൻ്റെ ഭാഗമാണ്. ഉന്നതമായ വെളിപാടുകൾ സഭയിലൂടെ കാലഘട്ടത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പുറപ്പാട് ഗ്രന്ഥത്തിലെ വെളിപാടിൽ ഉടക്കിക്കിടക്കരുത്. പലപ്പോഴും ഇന്നും വചനവേദികളിൽ ധാരാളം ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാപം ചെയ്താൽ 10,000 തലമുറയ്ക്ക് കിട്ടും, 8,000 തലമുറയ്ക്ക് കിട്ടും. സഹോദരങ്ങൾ, നമ്മൾ ഓർക്കണം, അന്ന് പുറപ്പാട് ഗ്രന്ഥത്തിൽ വെളിപ്പെടുത്തിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നാളുകൾ കഴിഞ്ഞപ്പോൾ ഉയർന്ന പ്രവചനം തരികയാണ്. പിതാക്കന്മാർ പച്ച മുന്തിരിങ്ങ തിന്നുവെങ്കിൽ മക്കളുടെ പല്ല് പുളിക്കേണ്ട ആവശ്യമില്ല. മാതാപിതാക്കൾ വലിയ പാപത്തിൻ്റെ ഭാഗമായിരുന്നുവെങ്കിൽ മക്കൾക്ക് അത് മറികടക്കാൻ യേശുക്രിസ്തുവിലൂടെ അവസരമുണ്ട്. അല്ലെങ്കിൽ യേശുവിലെ കുരിശുമരണം അസ്ഥാനത്താണ്. യേശുവിൻ്റെ കുരിശുമരണത്തിന് യാതൊരു അർത്ഥവുമില്ലാതെ വരും. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, തെറ്റായ പ്രബോധനത്തിൽ നമ്മളുടെ മനുഷ്യ മനസ്സ് ഉടക്കിക്കിടക്കരുത്. നമ്മൾ യേശുവിൻ്റെ രക്തത്തിലൂടെ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. വി ആർ പർച്ചേസ്ഡ് ബൈ ദ പ്രഷ്യസ് ബ്ലഡ് ഓഫ് ജീസസ്. യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ് നമ്മൾ. ശാപഗ്രസ്തമായ കുരിശിൽ യേശു നമ്മളെ തന്നെ ഏറ്റെടുത്തതാണ്. അതുകൊണ്ട് നമ്മളാരും ഇനി ശാപത്തിൻ്റെ ഭാഗമല്ല. നമ്മളിനി ശാപകരമായ കുരിശിൽ യേശു നമ്മുടെ ശാപം ഏറ്റെടുത്തതുകൊണ്ട് ഞാനും നിങ്ങളും അനുഗ്രഹത്തിൻ്റെ ഭാഗമാണ്. 4, ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഒരാളുടെ രോഗത്തെ, ഒരാളുടെ സഹനത്തെ നമ്മൾ എങ്ങനെ വ്യാഖ്യാനിക്കും? ഇതാണ് യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇവൻ രോഗിയായിരിക്കുന്നത് ആരുടെ പാപം മൂലമാണ്? ഇവൻ്റെ തന്നെ പാപം മൂലമാണോ? ഇവൻ്റെ പൂർവികരുടെയോ മാതാപിതാക്കളുടെയോ പാപം മൂലമാണോ? യേശുവിൻ്റെ മറുപടി ഇങ്ങനെയാണ്, ഇവരുടെ ആരുടെയും പാപം മൂലമല്ല, മറിച്ച് ദൈവത്തിൻ്റെ മഹത്വം ഇവനിൽ വെളിപ്പെടേണ്ടതിനാണ്. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടേണ്ടതിനാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലെ ഏതൊരു സഹന പീഠയും നമുക്കുണ്ടാകുന്നത്. നമ്മൾ ഒരിക്കലും, പൗലോസ് അപ്പസ്തോലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ വായിക്കും, നിങ്ങളിൽ പലരും കുരിശിൻ്റെ ശത്രുക്കളായി ജീവിക്കുന്നു. നമുക്ക് അറിയാമല്ലോ, നമ്മൾ സഹിക്കുന്നത് ശാപമായിട്ട് നമ്മൾ എടുത്തുപോയാൽ
ആ ശാപത്തെ മാറ്റാനേ നമ്മൾ നോക്കൂ. എങ്ങനെയെങ്കിലും നമ്മളിന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ അതുകൊണ്ട് എന്തു പറ്റും? പിന്നീട് നമ്മൾ കുരിശിൻ്റെയും സഹനത്തിൻ്റെയും ശത്രുക്കളായിരിക്കും. ബൈബിൾ പറയുകയാണ്, പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുകയാണ്, നിങ്ങൾ പലരും കുരിശിൻ്റെ ശത്രുക്കളാണെന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾ കുരിശിൻ്റെ ശത്രുക്കളാകരുത്. കാരണം അന്ധനായ മനുഷ്യന് കാഴ്ച ലഭിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാകാനാണെങ്കിൽ ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ സഹിക്കുന്നത് സ്വർഗത്തിലെ പിതാവിൻ്റെ പദ്ധതി നമ്മളിൽ പൂർത്തിയാകുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് സഹനത്തെ ദൈവമഹത്വത്തിൻ്റെ അടയാളങ്ങളായി ഇന്നു മുതൽ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുമോ? എങ്കിൽ നമ്മുടെ സഹനത്തിന് അർത്ഥമുണ്ട്. പാപത്തിൻ്റെ ശമ്പളം മരണമാണെങ്കിലും സഹനത്തിൽ ക്രൂശിക്കപ്പെട്ട യേശു തൻ്റെ മക്കളെ പങ്കുകാരാക്കാൻ അനുവദിക്കാറുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവനെ പ്രതി സഹിക്കാനും എൻ്റെ ദൈവം എന്നെ അനുവദിക്കുന്നുവെന്ന്. ക്രിസ്തുവിൽ എത്തിയിരിക്കുന്നവന് ശാപമില്ല. പക്ഷേ ക്രിസ്തുവിൽ എത്തിയിരിക്കുന്ന വ്യക്തിക്ക് സഹനമുണ്ട്. സഹനം അനുവദിച്ചേക്കാം. അത് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി മാത്രമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ദശലക്ഷക്കണക്കിന് മനുഷ്യർ കുരുതി കഴിക്കപ്പെടുന്നു. വയോധികരായ മനുഷ്യർ, ചെറുപ്പക്കാരായ യുവതി യുവാക്കൾ, പിഞ്ചു കുഞ്ഞുങ്ങൾ. അങ്ങനെ ഇരിക്കെ 10 പേരെ ഒരുമിച്ച് കയറിൽ കെട്ടിത്തൂക്കി കൊല്ലുകയാണ്. അപ്പോൾ തൂക്കം കൂടിയ മനുഷ്യരെല്ലാം വളരെ പെട്ടെന്ന് ആ തൂക്കത്തിൽ പെട്ടെന്ന് മരിച്ചു പോവുകയാണ്. എന്നാൽ ഒരു പിഞ്ചു കുഞ്ഞ്, ഒരു പിഞ്ചു ബാലൻ, അവന് തൂക്കം കുറവായതുകൊണ്ട് കയറിൽ കെട്ടിയിട്ടും അവൻ പെട്ടെന്ന് മരിക്കുന്നില്ല. അവൻ കിടന്ന് പെടയുകയാണ്. പെടയെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അത് നോക്കി നിന്ന ഒരു മനുഷ്യൻ പറഞ്ഞു, ഇല്ല, ക്രിസ്തുവെന്ന് പറയുന്ന ഒരാളില്ല, ദൈവമെന്ന് പറയുന്ന ഒരാളില്ല. കാരണം ദൈവമെന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നുവെങ്കിൽ ഇതുപോലെ ഒരു ബാലൻ, ഒരു നിഷ്കളങ്ക ബാലനെ ഇതുപോലുള്ള നാരകീയമായ മരണത്തിന് പറഞ്ഞു വിടുമായിരുന്നു. ഇത് കേട്ട തൊട്ടടുത്ത മനുഷ്യൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, അല്ലയോ സഹോദര, താങ്കൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? ആ കയറിൻ്റെ അറ്റത്ത് പിടയുന്നത് ആരാണെന്ന് കൃത്യമായത് നോക്കിയേൻ. ആ കയറിൻ്റെ അറ്റത്ത് പിടയുന്നത് ഒരു സാധാരണ ബാലനല്ല, അത് ക്രൂശിക്കപ്പെട്ട യേശു തന്നെയാണ്. ആ കയറിൻ്റെ അറ്റത്ത് പിടയുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണെന്ന് നീ കാണുന്നില്ലേ? വേദനിക്കുന്ന, പ്രത്യേകിച്ചും അകാരണമായി വേദനിക്കുന്ന ഏവരോടുമൊപ്പം വേദനിക്കുന്നതും ക്രൂശിക്കപ്പെടുന്നതും തകർക്കപ്പെടുന്നതും നമ്മുടെ കർത്താവ് തന്നെയാണ്. അവരോടൊപ്പം കർത്താവായ യേശുവുണ്ട് എന്ന് ഒരിക്കലും മാതാപിതാക്കളെ, സഹോദരങ്ങളെ മറക്കരുത്. ഞാൻ ഓർക്കുന്നു, ഏതാനും നാളുകൾക്ക് മുമ്പ് തൊടുപുഴയ്ക്കടുത്ത് ഒരു നടുറോട്ടിൽ വെച്ച് ഉണ്ടായ ഒരു ആക്സിഡൻറ്റിൽ 4-5 യുവാക്കൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നൊരു വാഹനം മറിഞ്ഞ് അലൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മരിക്കാനായിട്ടിട വന്നു. അലൻ UK സിറ്റിസണാണ്. UK വർഷങ്ങളായി ജീവിക്കുകയും ഒരുപാട് ദൈവ ശുശ്രൂഷ ചെയ്യുകയും ഒരുപാട് യുവതി യുവാക്കൾക്ക് ഇൻസ്പിറേഷൻ കൊടുക്കുകയും ചെയ്തിരിക്കുന്ന അനുഗ്രഹീതനായൊരു യുവാവാണ് അലൻ. അവൻ്റെ പ്രഭാഷണം കേട്ട്, അവൻ്റെ വോർഷിപ്പുകൾ കണ്ട് ഒരുപാട് പേര് ഈശോയെ സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് നാട്ടിൽ പോയപ്പോൾ ഈ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്. ആളുകൾ പല വിധത്തിൽ സംസാരിക്കാൻ തുടങ്ങി. ചിലർ പറഞ്ഞു അവനെന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട്, ചിലർ പറഞ്ഞു അവൻ്റെ പാരൻസിന് എന്തോ പ്രശ്നമുണ്ട്, ചിലർ പറഞ്ഞു അവൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ പാപത്തിൻ്റെ മുഴുവൻ ചിലപ്പോൾ ഫലമായിരിക്കാം ഇത്, അല്ലെങ്കിൽ ഇതുപോലെ സംഭവിക്കാൻ പാടില്ലല്ലോ. വേറെ ചിലർ പറഞ്ഞു ഇതാ ദൈവത്തോട് കൂടുതൽ അടുത്തതുകൊണ്ടാണ്. ഓർക്കണം, ജോബിൻ്റെ ഭാര്യയുടെ പിൻഗാമികൾ ഇന്നും ലോകത്തിലുണ്ട്. ജോബിൻ്റെ കൂട്ടുകാരുടെ സഹോദരങ്ങൾ അല്ലെങ്കിൽ പിൻഗാമികൾ ഇന്നും ലോകത്തിലുണ്ട്. ഇതുപോലുള്ള കമൻറ്റുകൾ വന്നുകൊണ്ടിരുന്നു. എന്നാൽ അവൻ്റെ സ്വന്തം അപ്പനും അമ്മയും സഹോദരിയും ഏക മനസ്സോടുകൂടി ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതായിരുന്നു ആ ശവസംസ്കാര ചടങ്ങിൽ പങ്കുപറ്റിയ എല്ലാവരും കാണാനായിട്ട് ഇടവന്നത്. സഹോദരങ്ങൾ, അവർ UK മടങ്ങി വന്നു കഴിഞ്ഞപ്പോഴും അവർ ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഇതാ സ്വന്തം മകൻ സ്വന്തം നെഞ്ചിൽ നിന്ന് ഇടറിപ്പോകുന്ന സമയത്തും കർത്താവിനെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ അവിശ്വാസത്തിൻ്റെ തടവറയിൽ കഴിഞ്ഞ പലരും മോചിതരായി. തിന്മയുടെ സ്വാധീനത്തിൽ കഴിഞ്ഞിരുന്ന പലരും ചോദിക്കാൻ തുടങ്ങി, എന്തുകൊണ്ട് സ്വന്തം മകൻ എടുക്കപ്പെട്ടിട്ടും, അതും അനുഗ്രഹീതമായ യൗവനകാലത്ത് യേശുവിനെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് എടുക്കപ്പെട്ടിട്ടും ഇവർ സ്വർഗത്തിലെ പിതാവിനെ വാഴ്ത്തുന്നു? എങ്കിൽ ദൈവമുണ്ട്.
എങ്കിൽ ആ ദൈവത്തിന് നമ്മൾ മഹത്വം പാടേണ്ടതായിട്ടുണ്ട്. അവരുടെ സഹനം കണ്ട്, സഹനത്തിൻ്റെ സമയത്തും അവർ ക്രൂശിക്കപ്പെട്ട യേശുവിനെ ചേർത്ത് പിടിക്കുന്നത് കണ്ടുകൊണ്ട് ഒരുപാട് പേർ ഇന്ന് യേശുവിനെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നിങ്ങൾ ഒരുപക്ഷെ ഈ വർഷങ്ങളായി കിടപ്പറയിൽ രോഗിയായി കിടക്കുന്ന ആളായിരിക്കാം. നിങ്ങൾ ICU യൂണിറ്റിൽ കിടക്കുന്ന ഒരു രോഗിയായിരിക്കാം. വർഷങ്ങളായി ക്യാൻസറിൻ്റെ പിടിയിൽ കഴിയുന്ന ഒരു രോഗിയായിരിക്കാം. ട്യൂമർ ബാധിച്ചൊരു രോഗിയായിരിക്കാം. ഒരുപാട് തോൽവി ഏറ്റുവാങ്ങേണ്ട വ്യക്തിയായിരിക്കാം. നമ്മൾ ഒരു കാര്യം മറക്കരുത്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിൽ ശാപങ്ങളല്ല, ശാപങ്ങളാകണമെന്നുമില്ല, മറിച്ച് എല്ലാത്തിൻ്റെയും പിന്നിൽ ദൈവത്തിൻ്റെ കരുണയുടെയും ദൈവത്തിൻ്റെയും മഹത്വത്തിൻ്റെയും അടയാളങ്ങൾ രൂപപ്പെടുവാൻ നിങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. അതിനായി സ്വർഗത്തിലെ പിതാവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഉപാസന ഉപാസന. ഞങ്ങൾ ആരാധിക്കുന്നു യേശുവേ, അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു യേശുവേ, അങ്ങേ ആരാധിക്കുന്നു. നീ നല്ലവൻ, സർവവല്ലഭൻ, അങ്ങേ പോലൊരു ദൈവമില്ല. നീ നല്ലവൻ, സർവവല്ലഭൻ, അങ്ങേ പോലൊരു ദൈവമില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ കർത്താവേ, അങ്ങയെപ്പോലെ പരിശുദ്ധനായി ആരാണുള്ളത്? അവിടുത്തെ പോലെ അനുഗ്രഹീതനായി ആരാണുള്ളത്? ഞങ്ങളുടെ നിലവിളിയും പ്രാർത്ഥനയും കേൾക്കുന്നവനായി അങ്ങയെപ്പോലെ മറ്റാരാണുള്ളത്? ദിവ്യകാരുണ്യ യേശുവേ, അങ്ങയുടെ മുമ്പിലായിരിക്കുന്ന ഞങ്ങളെല്ലാവരും ഏക മനസ്സോടുകൂടി ഈ സമയം അങ്ങയെ ആരാധിക്കുന്നു. പൗലോസ് അപ്പസ്തോലൻ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പസ്തോലനോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയും: ക്രിസ്തു നമ്മെ പ്രതി നിയമത്തിൻ്റെ പേരിൽ ശപിക്കപ്പെട്ടവനായി തീർന്നതുകൊണ്ട് മനുഷ്യകുലത്തെ മുഴുവൻ ശാപങ്ങളിൽ നിന്ന് അവൻ രക്ഷിച്ചു. കർത്താവിലേക്ക് നമുക്ക് പ്രതീക്ഷയോടെ നോക്കാം. ഒരുപക്ഷെ നമ്മളിൽ ചിലരെങ്കിലും ഒരുപാട് ശാപഗ്രസ്തമായ ജീവിതമാണല്ലോ എൻ്റേത് എന്ന് ചിന്തിച്ചിട്ടുണ്ടാകാം. ഒരുപക്ഷെ പലരുടെ പ്രഭാഷണങ്ങൾ കേട്ടും പല വായനകൾ വഴിയായും ശാപം എൻ്റെ കുടുംബത്തിൽ ഉള്ളതുകൊണ്ടാണ് എല്ലാ പ്രശ്നങ്ങളും ഉള്ളത് എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. മാതാപിതാക്കളുടെ ശാപമാണോ? സഹോദരങ്ങൾ ചെയ്തു പോയ തെറ്റിൻ്റെ ഫലമാണോ? ഇതെല്ലാം കർത്താവെ ഞങ്ങളിൽ ചിലരെയെങ്കിലും വേദനിപ്പിക്കുന്നുണ്ട്. ഇതാ ഈ ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, യേശുവിൽ എത്തിയവർക്ക് ഇനി മുതൽ ശാപങ്ങളില്ല, ശാപത്തിൻ്റെ ഫലങ്ങളില്ല. കാരണം നിയമപ്രകാരമുള്ള ശാപത്തിൻ്റെ ഫലം യേശു ക്രിസ്തു തൻ്റെ കുരിശിൽ ഏറ്റെടുത്തു. ദിവ്യകാരുണ്യ യേശുവിലേക്ക് നമുക്ക് കൊടുക്കാം. അവൻ്റെ തിരുരക്തത്തിൽ നമുക്ക് വിടുതലുണ്ട്. അവൻ്റെ തിരുക്കുരിശിൽ നമുക്ക് മോചനമുണ്ട്. അവനെ നോക്കുന്നവരെല്ലാം അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് മടങ്ങി വരും. അവനിലേക്ക് കടന്നു വരുന്നവർക്കാർക്കും വീണ്ടും ശാപത്തിൻ്റെ ചിഹ്നമായി മാറേണ്ടതായി വരികയില്ല. കർത്താവെ, ഞങ്ങൾ അങ്ങയിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു.
യേശുവിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് കൊടുക്കാം. നമ്മുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും നമുക്ക് കൊടുക്കാം. സഹോദരങ്ങളെ, ഒരു പക്ഷേ നമ്മളിൽ ആരുടെയെങ്കിലും കുടുംബങ്ങളിൽ ദുർമരണങ്ങൾ മൂലം വിഷമിക്കുന്നുണ്ടെങ്കിൽ അത്തരം കുടുംബങ്ങളെ പ്രത്യേകം ദിവ്യകാരുണ്യ യേശുവേ ഈ സമയം അങ്ങയുടെ കരങ്ങളിലേക്ക് അർപ്പിക്കുന്നു. അവരും അനുഗ്രഹത്തിൻ്റെ ഭാഗമായി മാറട്ടെ. കാരണം യേശു ക്രിസ്തു ശാപത്തിൻ്റെ അടയാളമായ കുരിശിൽ മരിച്ചു എന്നതുകൊണ്ട് ഞങ്ങളെ എല്ലാവരും അനുഗ്രഹത്തിൻ്റെ ഭാഗമായി മാറുന്നു. ഈശോയെ, അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുക്കണമേ. അവിടുത്തെ രക്തത്താൽ അവിടുന്ന് വീണ്ടെടുത്തതിൻ്റെ ശക്തി ഈ സമയം നിൻ്റെ മക്കളുടെ മേൽ നീ പ്രകടമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളെ ഏറ്റെടുക്കണമേ. തകർച്ചയിൽ കഴിയുന്നവരെ മോചിപ്പിക്കണമേ. ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങൾക്ക് നീ വിടുതൽ കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. ദിവ്യകാരുണ്യ കർത്താവേ, ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്ന എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് അർപ്പിക്കുന്നു. ശാപത്തിൻ്റെ അടയാളമായി ഏതെങ്കിലും ഭവനങ്ങളോ വ്യക്തികളോ വീണ്ടും തങ്ങളെ തന്നെ തഴച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ എല്ലാം ജീവിതങ്ങൾക്ക് വലിയ മോചനവും വിടുതലും അവിടെ നിന്ന് കൊടുക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും പരിശുദ്ധമായ പൗരോഹിത്യത്തിലൂടെയും കത്തോലിക്ക സഭ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആത്മീയമായ അധികാരം ഉപയോഗിച്ച് അനുഗ്രഹീതനായ ഫ്രാൻസിസ് മാർപ്പാപ്പയോടും 5 ലക്ഷത്തിൽ പരം വരുന്ന വൈദിക ഗണത്തോടും ചേർന്ന് നിന്നുകൊണ്ട് ഇന്ന് ഈ ദൈവ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്ന എല്ലാവരെയും ശാപങ്ങളിൽ നിന്നും ശാപത്തിൻ്റെ ഓർമ്മകളിൽ നിന്നും സമ്പൂർണമായി മോചിപ്പിക്കണമേ. അവരുടെ സഹനങ്ങൾക്ക് അർത്ഥമുണ്ട് എന്നവരോട് പറയണമേ. അവരുടെ സഹനങ്ങളെല്ലാം യേശു ക്രിസ്തുവിൻ്റെ കുരിശു മരണത്തിൻ്റെ യോഗ്യതയായി മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാപമെല്ലാം നീങ്ങിടട്ടെ, ശാപമെല്ലാം മാറിടട്ടെ. പാപമെല്ലാം നീങ്ങിടട്ടെ, ശാപമെല്ലാം മാറിടട്ടെ. തിരുരക്തത്താൽ കഴുകണമേ, തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. കുരിശാലേ ശാപങ്ങൾ ഏറ്റെടുത്ത യേശുവേ, സഹനങ്ങൾ മഹത്വത്തിന് കാരണമാക്കണമേ. കുരിശാലേ ശാപങ്ങൾ ഏറ്റെടുത്ത യേശുവേ, സഹനങ്ങൾ മഹത്വത്തിന് കാരണമാക്കണമേ. കുരിശാലേ ശാപങ്ങൾ ഏറ്റെടുത്ത യേശുവേ,
സഹനങ്ങൾ മഹത്വ